പറഞ്ഞത് കണക്കിനകത്ത് വലിയ വ്യത്യാസം. അതായത് പഞ്ചായത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെക്കാൾ കൂടുകയും മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ പറയുന്ന നമ്പറിൽ നിന്ന് കുറയുകയും ചെയ്യുന്നൊരു പശ്ചാത്തലമാണ്. ഇപ്പം യു ഡി എഫിൻ്റെ കോട്ടകളിലൊന്നും ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. 12ന്റെ മുകളിൽ 15ന്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടാകും. ചിലപ്പോൾ തരംഗമാണെങ്കിൽ 15ന്റെ 20ന്റെ ഇടയിൽ വരും. യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഐക്യജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ഏരിയകളിൽ ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്, വോട്ടും വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടൊന്നും ചെയ്യാതിരുന്നിട്ടില്ല. ആ പത്രപരസ്യം ഇന്നലെ പറയാത്തൊരു വാചകം കൂടി ഇപ്പോൾ പറയാം. ആ പരസ്യം നന്നായി. കാരണം ആ പരസ്യം അവരുടെ ഉള്ളിലെ വർഗീയതയ്ക്ക് ഉള്ള പരസ്യമായിരുന്നു. അത് സത്യത്തിൽ പരസ്യത്തിൻ്റെ ഗുണം കിട്ടിയത് യു ഡി എഫിന്. ആ പരസ്യത്തിൻ്റെ ഗുണം കിട്ടിയത് യു ഡി എഫിന്. കാരണം ഇവിടെ മതേതര നിലപാടെടുത്തിരിക്കുന്നത്, ഇതുവരെ മതേതര മേലങ്കി ഉണ്ടായിരുന്നു, മതേതര നിലപാടെടുത്തിരിക്കുന്നത് നമുക്ക് മാത്രമാണെന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പറ്റി. ആ പരസ്യത്തിനകത്ത് അവർ പറഞ്ഞ ന്യായീകരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൺവിൻസിംഗ് ആണോ? എന്താ ഇവർ ന്യൂനപക്ഷ സമുദായത്തെ പറ്റിയിട്ട് വിചാരിക്കുന്നത്? ഒരു ദിവസം രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് ഇക്കിളിപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പം മയങ്ങി വീഴുന്ന ഒരു സമൂഹം, യാതൊരുവിധമായ രാഷ്ട്രീയബോധവും ഇല്ലാത്ത സമൂഹമായിട്ടാണോ ന്യൂനപക്ഷ സമൂഹങ്ങളെ ഇവർ കാണുന്നത്? അതൊക്കെ തെറ്റിദ്ധാരണ. ബംഗാളല്ലല്ലോ, ബംഗാളല്ല കേരളം.